Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ പഠിക്കാനുള്ളത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ വരുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ്. എന്തൊക്കെയാണ് എലിജിബിൾ, എന്തൊക്കെയാണ് നോട്ട് എലിജിബിൾ, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അഡ്മിസബിൾ ആയിട്ടുള്ള ഏതൊക്കെ എക്സ്പെൻസസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കണം. അതിന് ബേസിൽ തന്നെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. A practicing chartered accountant in Kochi gives you the following information. മിസ്റ്റർ എയുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ബിസിനസ് ആണോ പ്രൊഫഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനകത്ത് ആരുടെയാണ് തന്നിരിക്കുന്നത്, ഇപ്പം ഒരു പ്രൊഫഷണലിൻ്റെ ആണ് തന്നിരിക്കുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ആണ് തന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ് അല്ലേ, അല്ലാതെ ക്വസ്റ്റ്യൻ നമുക്ക് തരണമെന്നില്ല. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇവിടെ മിസ്റ്റർ എയുടെ ആണ് തന്നിരിക്കുന്നത്, അയാളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ അതൊരു ബിസിനസ് അല്ല അല്ലേ, അത് പ്രൊഫഷനാണ്. ഇതിനകത്ത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഡ്രോയിങ്സ് ഉണ്ട് 10,000, റെന്റ് തന്നിട്ടുണ്ട് 40,000, സ്റ്റേഷനറി 20,000, സാലറി തന്നിട്ടുണ്ട് 70,000, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ 5,000, ജേർണൽസ് 1,000, ടെലിഫോൺ ചാർജസ് 3,000, പേഴ്സണൽ എക്സ്പെൻസ് 25,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 20,000, പിന്നെ ഇൻകം സൈഡിൽ തന്നിരിക്കുന്ന ഓഡിറ്റ് ഫീ 3 lakhs, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 20,000, ഡിവിഡൻഡ് ഫ്രം കമ്പനി 50,000, റെസീറ്റ് ഫ്രം കൺസൾട്ടൻസി 40,000, സെയിൽ ഓഫ് ഫേർണിച്ചർ 64,000. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നെറ്റ് ഇൻകം കിട്ടിയിരിക്കുന്നത് 2,80,000 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4,74,000. അപ്പോൾ നമ്മളിവിടെയും നെറ്റ് ഇൻകം 2,80,000 ആണ്. അപ്പോൾ പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള നെറ്റ് ഇൻകം എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബിസിനസ് പ്രൊഫഷനിൽ നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് ഇൻകം 2,80,000 ആണ്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. സ്റ്റേഷനറി ഇൻക്ലൂഡ്സ് ₹2,000 ഫോർ പേഴ്സണൽ യൂസ്. സ്റ്റേഷനറിയുടെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സ്പെൻസസിൽ. അതിൽ 2,000 പേഴ്സണൽ യൂസ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റെന്റ് ഇൻക്ലൂഡ്സ് 8,000 ഫോർ റെന്റ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ഹിസ് സൺ. അപ്പോൾ സണ്ണിൻ്റെ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് 8,000 നമുക്ക് റെന്റ് തന്നിരിക്കുന്നത്. എക്സ്പെൻസസിൽ നമുക്ക് തന്നിരിക്കുന്ന റെന്റിൽ 8,000 സണ്ണിൻ്റെ പ്രോപ്പർട്ടി കൊടുത്താണ്. ഹി ഓൺഡ് എ കാർ വിച്ച് വാസ് യൂസ് ബോത്ത് പേഴ്സണൽ ഓഫീസ് പർപ്പസ്. അപ്പോൾ ഒരു കാറുണ്ട്, അത് ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. 40% ഓഫ് ദ യൂസ് ഓഫ് ദ കാർ വാസ് പേഴ്സണൽ പർപ്പസ്. 40% നമ്മൾ പേഴ്സണൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ദ ഡിപ്രിസിയേഷൻ ഫോർ ദ കാർ അമൗണ്ട്സ് ₹10,000. അതിൻ്റെ ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 10,000 ആണെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടോ നോക്കാം. തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ. അപ്പോൾ അതിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് എടുത്തിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ ചെയ്യുന്നത് അല്ലേ. തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ അതിൽ ക്ലോസിംഗ് ബാലൻസ് ആയ പ്രോഫിറ്റ് എടുത്തിട്ട് അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ട അത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മറ്റേത് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ ആവശ്യമുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ പോലെ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ അതല്ലേ ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ഉണ്ടാവും, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ഉണ്ടാവും. ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റതിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഇൻകം ഫ്രം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഐറ്റംസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൽ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കാൽക്കുലേഷൻ നടത്തുവാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ഇൻകം എല്ലാം ആഡ് ചെയ്യുക, അതിൽ നിന്ന് പ്രൊഫഷണൽ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അലൗഡ് അല്ല എടുക്കുന്നത്, അലൗഡ് ആണ് എടുക്കുന്നത്. മറ്റേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നോട്ട് അലൗഡ് ആണ് എടുക്കുന്നത് അല്ലേ, പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. എന്നാലും ഇൻകം ഫ്രം പ്രൊഫഷൻ ഈ ഫോമാറ്റിലാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഫ്രം പ്രൊഫഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക,
അതിൻ്റെ ഇൻകം നോക്കാം. ഇൻകം നോക്കണേ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഇൻകം തന്നിട്ടുണ്ട്. അത് ശരിക്കും പ്രൊഫഷണൽ ഇൻകം ഏതൊക്കെയാണ് അത് മാത്രം എടുത്തെഴുതാം. അലൗഡ് മാത്രം എടുത്തെഴുതാം. ഓഡിറ്റ് ഫീ തന്നിട്ടുണ്ട് 3 lakhs. ഇയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലോ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യും. അതിൽ 3 lakhs ഇൻകം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രൊഫഷണൽ ഇൻകം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതൊന്നും അലൗഡ് അല്ല. അപ്പോൾ അലൗഡ് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അലൗഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അലൗഡ് അല്ലാത്തത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് റിസീറ്റ് ഫ്രം കൺസൾട്ടൻസി. ഇപ്പോൾ കൺസൾട്ടൻസി ഉണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അതിൽ നിന്ന് റെസീപ്റ്റ്സ് കിട്ടാം. അപ്പം നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണ്, അത് നമുക്ക് എടുക്കാം. അലൗഡ് ആണ്, അലൗഡ് എടുക്കാം. സെയിൽ ഓഫ് ഫേർണിച്ചർ. സെയിൽ ഓഫ് ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീറ്റ് ആണ് അല്ലേ. നമ്മളൊരു അസറ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുവാണ്, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്, നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പ്രൊഫഷന്റെ ഭാഗമായിട്ട് കിട്ടിയ ഇൻകം അല്ല. അപ്പം നമുക്ക് പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുമ്പം ഓഡിറ്റ് ഫീസും കൺസൾട്ടേഷൻ ഫീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ 3,40,000. അപ്പം നമ്മൾ ടോട്ടൽ ഇൻകം 3,40,000 കിട്ടി. ഇനി പ്രൊഫഷണൽ എക്സ്പെൻസസ് നോക്കാം. പ്രൊഫഷണൽ എക്സ്പെൻസസ് നോക്കണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, അതിൽ അലൗഡ് മാത്രം എടുത്തെഴുതാം. അപ്പോൾ ഇതിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് പേഴ്സണൽ ആണ്, നമുക്ക് നോട്ട് അലൗഡ് ആണ്. നെക്സ്റ്റ് റെന്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ റെന്റ് തന്നിരിക്കുന്നത് നമുക്ക് 40,000 ആണ്. പക്ഷെ റെന്റിന്റെ കാര്യം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ 8,000 സണ്ണിന്റെ ഹൗസ് പ്രോപ്പർട്ടിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന റെന്റ് ആണ്. നമ്മൾ ബിസിനസ് ഈ പ്രൊഫഷന്റെ ഭാഗമായിട്ട് കൊടുത്തതല്ല. ഇപ്പൊ 40,000-ൽ 8,000 അല്ല, അലൗഡ് അല്ല. അപ്പൊ അലൗഡ് ആയിട്ട് എത്രയേ വരുള്ളൂ, 32,000. അപ്പൊ 32,000 എടുത്താൽ മതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റേഷനറി തന്നിട്ടുണ്ട്. സ്റ്റേഷനറി നോർമലി നമുക്ക് അലൗഡ് ആണ്. സാലറി തന്നിട്ടുണ്ട്, സാലറി നമുക്ക് അലൗഡ് ആണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ തന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ എന്ന് പറയുന്നത് നമുക്ക് അലൗഡ് ആണ് അല്ലേ. ജേർണൽസ്, നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ജേർണൽസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ജേർണൽസ് നമുക്ക് അലൗഡ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ടെലിഫോൺ ചാർജസ് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. പ്രൊഫഷണൽ പേർപ്പസിന് ടെലിഫോൺ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് അലൗഡ് ആണ്. പേഴ്സണൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, നോട്ട് അലൗഡ് ആണ്, നമ്മൾ എടുക്കണ്ട. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമുക്കറിയാം നോട്ട് അലൗഡ് ആണ് അല്ലേ. എന്നുവെച്ചാൽ അത് പേഴ്സണൽ ആണ്, നോട്ട് അലൗഡ് ആണ്, നമുക്ക് എടുക്കണ്ട. അപ്പം എക്സ്പെൻസ് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ നോക്കാം. സ്റ്റേഷനറി ഇൻക്ലൂഡ്സ് 2,000 ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ സ്റ്റേഷനറി നമ്മൾ നേരത്തെ എടുത്തപ്പോൾ, സോറി അത് ഞാൻ പറയാൻ വിട്ടുപോയി. സ്റ്റേഷനറി നമ്മൾ നേരത്തെ എടുത്ത് 20,000 ആണ് സ്റ്റേഷനറി ഇരിക്കുന്നത്. പക്ഷെ സ്റ്റേഷനറിയിൽ 2,000 പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് 18,000 എടുത്താൽ മതി. അപ്പോൾ 18,000 ആണ് നമ്മൾ സ്റ്റേഷനറി എടുക്കേണ്ടത്. പിന്നെ റെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാർ ഉണ്ട്, അതിന്റെ ഡിപ്രീസിയേഷൻ 10,000 ആണ്. അതിൽ 40% പേഴ്സണൽ പേർപ്പസിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10,000 ആണ് ഡിപ്രീസിയേഷൻ. 40% പേഴ്സണൽ പേർപ്പസിനാണെങ്കിൽ ഒഫീഷ്യൽ പേർപ്പസിന് നമ്മൾ 60% ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷന്റെ 60% അലൗഡ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ അലൗഡ് മാത്രം എടുക്കുന്നത്, ഇൻകം ഫ്രം ബിസിനസ് എടുക്കുമ്പോൾ നമ്മൾ നോട്ട് അലൗഡ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അലൗഡ് എടുത്തിട്ട് പുതിയൊരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോലത്തെ ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഇൻകം കംപ്ലീറ്റ് എഴുതി, പ്രൊഫഷണൽ എക്സ്പെൻസസ് കഴിഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കിയാൽ ഇനി ഒന്നും മിസ്സായില്ല. അപ്പം പ്രൊഫഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 3,40,000 കിട്ടി. പ്രൊഫഷണൽ എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1,35,000 ഉണ്ട്. അപ്പോൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഫ്രം പ്രൊഫഷൻ കിട്ടും 2,05,000. നമ്മളിത് ഇൻകം ഫ്രം ബിസിനസിന്റെ ഫോമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ രണ്ടിലും നമ്മൾ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രോഫിറ്റിൽ നോട്ട് അലൗഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇവിടെ അലൗഡ് മാത്രം എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഇതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പറയാൻ മിസ്സായി പോയതാണ്. ഇപ്പം നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് നെറ്റ് പ്രോഫിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെറ്റ് ലോസ് ഉണ്ടെങ്കിലും നിങ്ങൾ നെറ്റ് ലോസ് മൈനസ് ഫിഗർ ആയിട്ട് എഴുതിയിട്ട് പ്രോബ്ലം ഒക്കെ അതേപോലെ തന്നെ ചെയ്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നെറ്റ് ലോസ് ഫ്രം പ്രോഫിറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വന്നിട്ട് നെഗറ്റീവ് ആയിട്ട് തന്നെ എഴുതാം. നെഗറ്റീവായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതൊക്കെ അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം നെഗറ്റീവായിട്ട് ആ ഫിഗർ എഴുതിയാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതേപോലെ തന്നെ എടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ നമുക്ക് പിന്നെ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ സെപ്പറേറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇൻകം ഫ്രം പ്രൊഫഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അലൗഡ് മാത്രം എടുത്തിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഇൻകം എടുക്കുക, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യാം. അലൗഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് മൈനസ് ചെയ്യാം.
അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് പ്രൊഫഷൻ ആണെന്ന് ചിലപ്പം ക്വസ്റ്റിൽ പറയില്ല. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ആരുടെയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് നോക്കാം. ബിസിനസിന്റെ പേരാണ് ഇപ്പോൾ ABC ലിമിറ്റഡ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണലിന്റെ പേര് അല്ല അയാളുടെ ജോബൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻകം ഫ്രം പ്രൊഫഷൻ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇലസ്ട്രേഷൻസ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കാണും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പോൾ രണ്ടിനും നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പാർട്ട് 1 വരുന്ന ആ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് നമ്മൾ രണ്ടിലും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ മൊഡ്യൂൾ ഇത് ഇവിടെ കഴിഞ്ഞു. അപ്പം നമ്മുടെ എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.